So, welcome back to our channel CTech. So, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് K2SYCSലെ ഇമ്പോർട്ടൻറ്റ് കോർ പേപ്പറായ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളറിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ സിലബസ് പ്രകാരം നമുക്ക് രണ്ട് ആർക്കിടെക്ചേഴ്സ് പഠിക്കാനുണ്ട്. ഒന്ന് 8085ഉം അതേപോലെ 808 മൈക്രോ പ്രോസസർ ആർക്കിടെക്ചർ. സോ ആർക്കിടെക്ചർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ മെയിൻലി നോക്കേണ്ടത് നമ്മുടെ ചാപ്റ്ററിൻ്റെ കോഴ്സിൻ്റെ പേര് തന്നെ എന്താണ്, മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോൾ. സോ ഫസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ജനറൽ നോളജ് വേണം, എന്താണ് ഒരു മൈക്രോ പ്രോസസർ, അതേപോലെ എന്താണ് ഒരു മൈക്രോ കൺട്രോളർ. നമുക്ക് സിംപ്ലി പറയാം, മൈക്രോ പ്രോസസർ എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ സെൻട്രൽ യൂണിറ്റ് ആണെന്ന് മൈക്രോ പ്രോസസർ എന്ന് പറയും. അതിന് എന്തൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും, അരിത്തമെറ്റിക്കും അതേപോലെ ലോജിക് ഓപ്പറേഷൻസും ഇതൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് പ്രോഗ്രാമബിൾ ഡിവൈസ് ആണ് എന്ത്, മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്. എന്നാൽ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ കോമ്പാക്ട് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. ടു പെർഫോം സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോമ്പാക്ട് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ് എന്ത്, മൈക്രോ കൺട്രോളർ. അല്ലെങ്കിൽ നമുക്ക് പറയാം മൈക്രോ കൺട്രോളർ ഈസ് എ സ്മോൾ കമ്പ്യൂട്ടർ ഓൺ എ സിംഗിൾ ഇൻ്റഗ്രേറ്റഡ്. ഒരു സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ ഒരു സിംഗിൾ ചിപ്പിൽ തന്നെ ഉള്ള ഒരു സ്മോൾ കമ്പ്യൂട്ടറാണ് എന്ത്, മൈക്രോ കൺട്രോളർ എന്ന് പറയുക. അതിന് തന്നെ എന്തുണ്ടാവും, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മൈക്രോ പ്രോസസ്സറും മെമ്മറിയും ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പെരിഫറൽസ് എല്ലാം കൂടി ഒരു സിംഗിൾ ചിപ്പിലായിരിക്കും മൈക്രോ കൺട്രോളർ. ഇതാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ മൈക്രോ കൺട്രോളർ ആൻഡ് എ മൈക്രോ പ്രോസസ്സർ. ഇനി കമ്മിങ് ടു ദ ആർക്കിടെക്ചർ, നമുക്ക് നോക്കാനുള്ള ഫസ്റ്റ് മോഡലുള്ള ഫസ്റ്റ് ആർക്കിടെക്ചർ ആണ് 8085 മൈക്രോ പ്രോസസർ ആർക്കിടെക്ചർ. നമുക്ക് രണ്ട് ആർക്കിടെക്ചർ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ മിക്സപ്പ് ആവരുത് പോയിന്റ്സ്. മൈക്രോ പ്രോസസർ ഇതൊരു ആർക്കിടെക്ചർ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല, ജസ്റ്റ് ആർക്കിടെക്ചർ പഠിക്കുക, അതിൻ്റെ ഓരോരോ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക, അത്രേ ഉള്ളൂ. സോ ഇതിൽ മോറായിട്ടൊന്നുമില്ല. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഫീച്ചേഴ്സ് ഓഫ് 8085. 3 മാർക്സിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം 8085 ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഫസ്റ്റ് ഫീച്ചർ നോക്കിയാൽ ഇറ്റ് ഈസ് എ 8-bit ജനറൽ പർപ്പസ് മൈക്രോ പ്രോസസർ ആണ്. ഇതൊരു 8-bit മൈക്രോ പ്രോസസർ ആണ്. അതുപോലെ ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് അഡ്രസ്സിംഗ് 64 KB ഓഫ് മെമ്മറി, അതായത് ഇതിന് 16-bit അഡ്രസ് ആണ് ഉള്ളത്. അതേപോലെ ഹാസ് 40 pins, റിക്വയർസ് +5 volt പവർ സപ്ലൈ, ക്യാൻ ഓപ്പറേറ്റ് വിത്ത് 3 MHz ക്ലോക്ക്. 8085 അപ്വേർഡ് കമ്പാറ്റബിൾ ആണ്. സോ ഫീച്ചേഴ്സ് ഒന്ന് ജസ്റ്റ് നോക്കുക, ഇത് ഇത്രയാണ് മെയിനായിട്ട്. എത്ര ഫീച്ചേഴ്സ് ഉണ്ട്, ഒരു 6 ഫീച്ചേഴ്സ് ഉണ്ട്. ഇതേപോലെ എല്ലാ ആർക്കിടെക്ചേഴ്സിനും ഫീച്ചേഴ്സ് കാണും. സോ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്, കോമൺ ആയിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഫീച്ചർ പഠിക്കുക. 8085 എന്ന് പറയുന്ന ഒരു 8-bit മൈക്രോ പ്രോസസ്സറാണ്. 8-bit ജനറൽ പർപ്പസ് മൈക്രോ പ്രോസസ്സറാണ്. അതിൻ്റെ 16-bit അഡ്രസ് കാപ്പബിലിറ്റി ആണ്. 40 pins ഉണ്ട്, +5 volt പവർ സപ്ലൈ ആണ്. 3 MHz ക്ലോക്കാണ്. അപ്വേർഡ് കമ്പാറ്റബിൾ ആണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് മൂവിങ് ടു ദ ആർക്കിടെക്ചർ. ഇതാണ് നമ്മുടെ ആർക്കിടെക്ചർ വന്നിട്ട് കുറച്ച് വലിയൊരു ആർക്കിടെക്ചറാണ്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ അതിനനുസരിച്ച് വേണം വരയ്ക്കാൻ. ഈ ഒരു പടം വരച്ചാൽ തന്നെ നിങ്ങൾക്ക് ഔട്ട് ഓഫ് 40 തന്നെ നിങ്ങൾക്കൊരു 5 തന്നെ അറ്റൈൻ ചെയ്യാൻ പറ്റും, ഈ ഒരു പടം ഡയഗ്രാം നന്നായിട്ട് വരച്ചാൽ. സോ നമ്മൾ ഇതിൽ ആദ്യം ഞാൻ നോക്കാൻ പോകുന്നത്, നമുക്കിതാ ഈ നടുക്കൂടെ പോണ ഈ ലൈനില്ലേ, ദിസ് ഈസ് ദ 8, നമ്മൾ പറഞ്ഞു 8-bit ആണെന്നുള്ളത്. ദിസ് ഈസ് ദ 8-bit ഇൻറ്റേർണൽ ഡേറ്റാബേസ് ആണ്. ഇത് ഈ പോണ എന്താണ്, 8-bit ഇൻറ്റേർണൽ ഡേറ്റാബേസ് ആണ്. ഓക്കെ, ഈ 8-bit ഇൻറ്റേർണൽ ഡേറ്റാബേസിൻ്റെ മുകൾ ഭാഗം നോക്കുക, നമുക്കൊരു ഇൻട്രപ്റ്റ് കൺട്രോൾ ഉണ്ട്, അതുപോലെ ഒരു സീരിയൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് കൺട്രോൾ ഉണ്ട്. ഈ ഇൻട്രപ്റ്റ് കൺട്രോൾ എന്താണെന്നൊക്കെ നമ്മൾ ഓരോന്നായിട്ട് പഠിക്കും. ജസ്റ്റ് നോക്കുക, അതിന് മുമ്പുള്ള ആദ്യമുള്ള ഇൻട്രപ്റ്റ് കൺട്രോളാണ്. ഇൻട്രപ്റ്റ് കൺട്രോളിലോട്ട് നമുക്കൊരു INTR, INTA ബാർ, റീസെറ്റ് 6.5, 5.5 അങ്ങനെ ട്രാപ്പ്, ഇങ്ങനെ കുറച്ച് ഇൻട്രപ്റ്റ്സ് ആണ് വന്നിട്ടുള്ളത്. സീരിയൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ടിൽ SID SOD, അതായത് സീരിയൽ ഇൻപുട്ട് ഡേറ്റ, സീരിയൽ ഔട്ട്പുട്ട് ഡേറ്റ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പടം നോക്കുക, നമുക്കൊരു 8-bit ഇൻറ്റേർണൽ ഡേറ്റാബേസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ എന്തുണ്ട്, ഒരു ഇൻട്രപ്റ്റ് കൺട്രോൾ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ എന്തുണ്ട്, ഒരു സീരിയൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് കൺട്രോൾ ഉണ്ട്. താഴോട്ട് നോക്കിയേ, ഈ 8-bit ഇൻറ്റേർണൽ ഡേറ്റാബേസിനെ ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആയിട്ട് എന്ത് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് IR ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അത് ദെൻ കണക്റ്റഡ് ടു എ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് മെഷീൻ സൈക്കിൾ എൻകോഡിങ്ങിലോട്ട് എന്ത് ചെയ്തു, അത് നേരെ കണക്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതെല്ലാം കൂടെ ഒരു സാധനം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെയാണ്, ഇറ്റ് ഈസ് എ ടൈമിംഗ് ആൻഡ് കൺട്രോൾ ബ്ലോക്ക് ഉണ്ട്. അതുപോലെ ഇപ്പുറത്തെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അക്യുമുലേറ്റർ, ടെമ്പററി രജിസ്റ്റർ, ഫ്ലാഗ്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, അരിത്തമെറ്റിക്, ALU ഇതെല്ലാം കണക്റ്റഡ് ആണല്ലേ. അതേപോലെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു മൾട്ടിപ്ലെക്സർ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ രജിസ്റ്റേഴ്സ് WZ ടെമ്പററി രജിസ്റ്റേഴ്സ് ആണ്. B, C, D, E, H, L ഇതൊക്കെ നമ്മൾ ടെമ്പററി രജിസ്റ്റേഴ്സ്. ഈ രജിസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ സ്റ്റാക്ക് പോയിന്റ്, പ്രോഗ്രാം കൗണ്ട്, ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്, അഡ്രസ് ലാച്ച്. ഇതിൽ നിന്ന് 2 കണക്ഷൻ, അഡ്രസ് ബഫർ, ഡേറ്റ ബഫർ. Okay,
മെയിനായിട്ട് ഇത്രയും കോമ്പോണൻസ് ആണ് ഈ ആർക്കിടെക്ചറിൽ അടങ്ങിയിരിക്കുന്നത്. സോ ആർക്കിടെക്ചർ ജസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. അതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. എന്തിനാണ് ഈ ഇൻറപ്റ്റ് കൺട്രോൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ എന്തിനാണ് ഈ അക്യൂമുലേറ്റർ, എന്തിനാണ് സീരിയൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് കൺട്രോൾ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകണം, നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മുടെ ഈ ഫ്ലാഗ്, ഈ അക്യൂമുലേറ്റർ ആയാലും നമ്മൾ ടെമ്പററി രജിസ്റ്ററൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്, ALU ട്ടാണ്. സോ എന്താണ് ALU? ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ALU ആണ്. ALU. In addition to the arithmetic and logical circuits, the ALU includes the accumulator, which is a part of every arithmetic and logic. നമുക്കറിയാം നമ്മൾ ഈ ലോജിക് ALU എന്ന് പറയുന്ന അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആണല്ലേ. അതല്ലാതെ തന്നെ ALUയിൽ എന്തുണ്ടെന്നാണ് പറഞ്ഞാൽ അക്യൂമുലേറ്റർ. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് അക്യൂമുലേറ്റർ വിച്ച് ഇസ് എ പാർട്ട് ഓഫ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ. ഒരു പാർട്ടാണ് എന്ത് അക്യൂമുലേറ്റർ. ഓൾസോ ALU ഇൻക്ലൂഡ്സ് എ ടെമ്പററി രജിസ്റ്റർ ഉണ്ട്. നമ്മൾ പറഞ്ഞു ALUയിലോട്ട് കണക്ഷൻ വന്നിരിക്കുന്നത് എങ്ങോട്ടാണ്, ഫ്രം ദ അക്യൂമുലേറ്റർ it is connected to the ALU and temporary register. അതാണ് പറഞ്ഞ നെക്സ്റ്റ് സെന്റൻസ്. Also ALU includes എന്തുണ്ട്, temporary register used for the holding data temporarily during the execution of operation or execution of the operation execution ടൈമിൽ ഡേറ്റ ടെമ്പററി ഹോൾഡ് ചെയ്യാനായിട്ടൊരു ടെമ്പററി രജിസ്റ്റർ ഉണ്ട്. അതേപോലെ this temporary register is not accessible by the programmer. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള ALUയുടെ ഫംഗ്ഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് രജിസ്റ്റേഴ്സ്. നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയപ്പോൾ നമ്മൾ കുറച്ച് രജിസ്റ്റേഴ്സ് പഠിച്ചല്ലോ. മൾട്ടിപ്ലെക്സറിന് താഴെയായിട്ട് ഇത്ര എന്താണ് നമ്മുടെ രജിസ്റ്റേഴ്സ് ആണ്. സോ നെക്സ്റ്റ് നമ്മൾ മൂവ് ഓൺ ടു ദ രജിസ്റ്റർ. നമുക്ക് മൊത്തം എന്താ ഒരു 1 2 3 4 5 6 എത്രയുണ്ട്, 6 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. 8085-ന് 6 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ 1 ആണ് BCDEHL. ആ ഒരു പടത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. BCDEHL ഇങ്ങനെയാണ് ആ പടത്തിൽ കൊടുത്തത്. ഇതിൻ്റെ മുകളിൽ മൾട്ടിപ്ലെക്സർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ രജിസ്റ്റേഴ്സ് ചെയ്യുന്നത്. ഇതെല്ലാം 8-bit രജിസ്റ്റേഴ്സ് ആണ്. ഇതെല്ലാം ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്, 8-bit ആണ്. ക്യാൻ ബി യൂസ്ഡ് സിംഗ്ലി ഓർ ക്യാൻ ബി യൂസ്ഡ് 16-bit രജിസ്റ്റർ പെയേഴ്സ്. അത് BC പെയേഴ്സ് ആയിട്ട് നമുക്ക് 16-bit പെയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ BC അങ്ങനെ സിംഗിൾ ആയിട്ട് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. HL യൂസ്ഡ് ആസ് എ ഡേറ്റ പോയിന്റ്. ഇതിൽ HL എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എണ്ണം കണ്ടില്ലേ, അതാണ് എന്ത് യൂസ് ചെയ്യണം, മെമ്മറി അഡ്രസ്സ് ഹോൾഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന രജിസ്റ്റർ. ഇത്ര ഓക്കെ അല്ലേ. നെക്സ്റ്റ് നമ്മൾ അക്യൂമുലേറ്റർ. നമ്മൾ നേരത്തെ ഒരു അക്യൂമുലേറ്റർ പറഞ്ഞു. അക്യൂമുലേറ്റർ എന്ന് പറഞ്ഞാൽ 8-bit രജിസ്റ്റർ ആണ്. അക്യൂമുലേറ്റർ ഈസ് ഓൾസോ എ രജിസ്റ്റർ ആൻഡ് ഇറ്റ് ക്യാൻ സ്റ്റോർ 8-bit ഡേറ്റ. എത്ര 8-bit ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് ദ സ്റ്റോർ റിസൾട്ട് ഓഫ് ആൻ ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും, അക്യൂമുലേറ്ററിലായിരിക്കും. സ്റ്റോർ 8-bit ഡേറ്റ ഡ്യൂറിങ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ട്രാൻസ്ഫർ അഡ്രസ്. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഫ്ലാഗ് രജിസ്റ്റർ ആണ്. നമുക്കിവിടെ ഒരുപാട് ഫ്ലാഗ് വരും. ഓക്കെ, ഫ്ലാഗ് രജിസ്റ്റേഴ്സ് നമ്മുടെ ഈ ALUവിൻ്റെ മുകളിൽ കണ്ടോ, ഇതാണ് ഫ്ലാഗ് ഫ്ലിപ്പ് പോപ്പ്. കണ്ടോ, ഫ്ലാഗ് ഫ്ലിപ്പ് പോപ്പിലാണ് നമ്മൾ ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഉള്ളത്. സോ ഫ്ലാഗ് രജിസ്റ്റർ, ഏതൊക്കെ ഫ്ലാഗ് രജിസ്റ്റേഴ്സ്? നമുക്ക് ഒരു 8-bit രജിസ്റ്റർ ഉണ്ട്. ഷോസ് ദ സ്റ്റാറ്റസ് ഓഫ് മൈക്രോ പ്രോസസർ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ്റെ ബിഫോറും ആഫ്റ്റർ ഉള്ള മൈക്രോ പ്രോസസറിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുകയാണ് ഒരു 8-bit രജിസ്റ്റർ. സ്റ്റാറ്റസ് കാണിക്കുന്നതാണ് എന്ത്, ഫ്ലാഗ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് മൊത്തം 1 2 3 5 ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ സൈൻ ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്, ക്യാരി ഫ്ലാഗ്. നോക്കിക്കോ, നമുക്ക് ഇങ്ങനെ വേണം ഫ്ലാഗ് രജിസ്റ്റർ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ബോർഡ് രജിസ്റ്റർ നമുക്ക് എഴുതാൻ ചോദിക്കും. സോ ഫ്ലാഗ് രജിസ്റ്റർ എഴുതുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കാം. D0, D1, D2, D3, D4, D5, D6, D7 ഇത്രയും 8-bit കാണിക്കാനാണ് ഇത് ഇത്രയും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കാണിക്കണം. ഓക്കെ, D0-ൽ CY XP, ഈ ഇടയ്ക്ക് ഈ XP ഇങ്ങനെ വന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പറയാം 8-bit രജിസ്റ്റർ ആണ്. സോ ആദ്യം നമ്മളിങ്ങനെ 8-bit കൊടുക്കും. 8-bit കൊടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യം സൈൻ ഫ്ലാഗ്, 0, പിന്നെ ഒരു പാരിറ്റി അല്ല, ഇത് നോട്ട് ഡിഫൈൻഡ് എന്ന് കാണിക്കുകയാണ്. പാരിറ്റി അല്ല, എക്സ് എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ്, അവിടെ ഒന്നും ഇല്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. നോട്ട് ഡിഫൈൻഡ് ആണ്, എക്സ് കൊടുക്കുന്നു. നെക്സ്റ്റ് ഓക്സിലറി, പിന്നെ നോട്ട് ഡിഫൈൻഡ്, പാരിറ്റി, നോട്ട് ഡിഫൈൻഡ്, ക്യാരി. ഇങ്ങനെ വേണം ഫ്ലാഗ് രജിസ്റ്റേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഓക്കെ അല്ലേ, 8-bit ആണ്. ഓക്കെ, അതിൽ ആദ്യത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, സൈൻ ഫ്ലാഗ് ആണ്. സൈൻ ഫ്ലാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ് ഫോർ ഇൻഡിക്കേറ്റിംഗ് ദ സൈൻ ഓഫ് ദ ഡേറ്റ ഇൻ ദ അക്യുമുലേറ്റർ. അക്യുമുലേറ്ററിലെ ഡേറ്റയുടെ സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് സൈൻ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സൈൻ ഈസ് സെറ്റ് നെഗറ്റീവ് ആണ്. 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നെഗറ്റീവ് ആണ്, 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, പോസിറ്റീവ് ആണ്.
നെക്സ്റ്റ് വൺ സീറോ ഫ്ലാഗ്. സീറോ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ is set is the result obtained after an operation is zero. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്പറേഷൻ്റെ റിസൾട്ട് സീറോ ആണെങ്കിൽ സെറ്റ് ചെയ്യും. ഇഫ് സെറ്റ് ഫോളോയിങ് ആൻ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ ഓഫ് ദാറ്റ് രജിസ്റ്റർ. ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ഓപ്പറേഷൻ ആണെങ്കിലും സെറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്യാരി ഫ്ലാഗ്. ക്യാരി ഫ്ലാഗ് ഈസ് സെറ്റ് ഇഫ് ദർ ഇസ് എ ക്യാരി ഓർ ബോറോ ഫ്രം ദ അരിത്തമെറ്റിക് ഓപ്പറേഷൻ. അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ക്യാരിയോ ബോറോ വന്നാൽ ക്യാരി ഫ്ലാഗ് സെറ്റ് ആവും. നെക്സ്റ്റ് ഓക്സിലറി ക്യാരി ഫ്ലാഗ് ഈസ് സെറ്റ് ഇഫ് ദർ ഇസ് എ ക്യാരി ഔട്ട് ഓഫ് ബിറ്റ് 3. 3 ബിറ്റിനെയും കണ്ടി ഔട്ട് ഓഫ് വന്ന ക്യാരി വന്നാൽ എന്ത് ചെയ്യും? ഓക്സിലറി ക്യാരി ഫ്ലാഗ് സെറ്റ് ആവും. ലാസ്റ്റ് ഫ്ലാഗ് ആണ് പാരിറ്റി ഫ്ലാഗ്. പാരിറ്റി ഫ്ലാഗിൽ ഈവൻ പാരിറ്റി ഉണ്ട്, ഓഡ് പാരിറ്റി ഉണ്ട്. ഇഫ് ദ പാരിറ്റി ഈസ് ഈവൻ ആണെങ്കിൽ സെറ്റ് ചെയ്യും. ഈസ് ക്ലിയർഡ്. ഇഫ് പാരിറ്റി ഈസ് ഓഡ് ആണെങ്കിൽ ക്ലിയർ ആവുകയും ചെയ്യും. ഓക്കെ അല്ലേ? ഇത്രയും ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. സെപ്പറേറ്റ് ആയിട്ട് 3 മാർക്കിനും ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഓഫ് 8085 മൈക്രോ പ്രോസസ്സർ ചോദിക്കാവുന്നതാണ്. സോ ആ ഒരു 8 ബിറ്റ് അത് വരച്ച് വേണം കാണിക്കാൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള PC പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ നമ്മൾ എവിടെയാണ് കണ്ടത്? ആ പടം നോക്കിക്കേ. ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കണം. പ്രോഗ്രാം കൗണ്ടർ നമ്മൾ ഈ രജിസ്റ്റേഴ്സിന് താഴെ കണ്ടോ, സ്റ്റാക്ക് പോയിന്റർ കഴിഞ്ഞിട്ട് പ്രോഗ്രാം കൗണ്ടർ ഉണ്ടോ? അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ എന്തിനാണ് യൂസ് ചെയ്യണം? This is a register that is used to control the sequencing of execution of instruction. മെയിൻലി നമ്മൾ PC എന്താണ് യൂസ് ചെയ്യണത്? നമ്മൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് എന്ത്? PC. ദിസ് രജിസ്റ്റർ ഓൾവേസ് ഹോൾഡ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. ഏത് ഇൻസ്ട്രക്ഷൻ ആണോ നെക്സ്റ്റ് വരാൻ പോകുന്നത് ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് PC. Since it holds an address, it must be 16-bit wide. ഇതിൻ്റെ 16-bit wide ആണ് PC. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സ്റ്റാക്ക് പോയിന്റ്. നമ്മൾ പറഞ്ഞു ആ രജിസ്റ്റേഴ്സിന് താഴെ ഉള്ളത് സ്റ്റാക്ക് പോയിന്റ് കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം കൗണ്ടർ. സോ എന്താണ് സ്റ്റാക്ക് പോയിന്റ്? സ്റ്റാക്ക് പോയിന്റ് ഒരു 16-ബിറ്റ് രജിസ്റ്റർ ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു പോയിന്റ് ഇൻ ടു ദ മെമ്മറി. സ്റ്റാക്ക് പോയിന്റർ അല്ലേ, അതായത് മെമ്മറിയിൽ പോയിന്റ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു 16-ബിറ്റ് രജിസ്റ്റർ ആണ്. ദ മെമ്മറി ദിസ് രജിസ്റ്റർ പോയിന്റ്സ് ടു എ സ്പെഷ്യൽ ഏരിയ ആണ് ദ സ്റ്റാക്ക്. സ്റ്റാക്ക് പോയിന്റർ എന്താണ്? നമ്മുടെ സ്റ്റാക്കിൽ എന്താ അഡ്രസ്സ് എന്ത് ചെയ്യുക? പോയിന്റ് ഔട്ട് ചെയ്യുക. സ്റ്റാക്കിലെ സ്പെഷ്യൽ ഏരിയ പോയിന്റ് ചെയ്യാനാണ് സ്റ്റാക്ക് പോയിന്റർ യൂസ് ചെയ്യുന്നത്. സ്റ്റാക്ക് ഈസ് ആൻ ഏരിയ ഓഫ് മെമ്മറി ആണ്. ആൻഡ് ഓൾസോ സ്റ്റാക്ക് ഈസ് യൂഷ്വലി ആക്സസ്ഡ് ഇൻ ദ ലാസ്റ്റ്. നമ്മളിത് സ്റ്റാക്ക് പോയിന്റർ മെയിൻലി വർക്കാവുന്ന ഏത് ഇതിലാണ്? ലിഫോ ആണ്. ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ. നെക്സ്റ്റ് നോൺ പ്രോഗ്രാമബിൾ രജിസ്റ്റേഴ്സ്. നമുക്കിവിടെ രണ്ടല്ല നോൺ പ്രോഗ്രാമബിൾ രജിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. ആരൊക്കെയാണ് നോൺ പ്രോഗ്രാമബിൾ രജിസ്റ്റേഴ്സ് എന്ന് കാണിച്ചു തരാം. നമ്മുടെ ആർക്കിടെക്ചർ നോക്കിയേ. ഇവിടെ നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്, അതേപോലെ ഒരു ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഉണ്ട്. ഇത് രണ്ടാണ് നോൺ പ്രോഗ്രാമബിൾ രജിസ്റ്റേഴ്സ് എന്ന് പറയും. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സ് IR അതുപോലെ ഡീകോഡിംഗ്. ഇത് രണ്ടും എന്താണ്? നോൺ പ്രോഗ്രാമബിൾ രജിസ്റ്റേഴ്സ് ആണ്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആൻഡ് ഡീകോഡർ. ഇൻസ്ട്രക്ഷൻ മെയിൻലി സ്റ്റോർ ചെയ്യുന്ന IR-ലായിരിക്കും. ആഫ്റ്റർ ബീങ് ഫെച്ച്ഡ് ബൈ ദ പ്രോസസ്സർ ഫെച്ച് ചെയ്തതിന് ശേഷം സ്റ്റോർ ചെയ്യുന്ന എവിടെയായിരിക്കും? IR-ലായിരിക്കും. ഡീകോഡർ ഡീകോഡ്സ് ഇൻസ്ട്രക്ഷൻ. അപ്പം നമുക്കിത് വരുന്ന ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യണം? ഡീകോഡ് ചെയ്യണമല്ലേ? നമ്മുടെ മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ഡീകോഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ഡീകോഡിലോട്ട് കൊടുക്കും. നെക്സ്റ്റ് നമ്മുടെ ഇന്റേണൽ ക്ലോക്ക് ജനറേറ്റർ. നമുക്ക് ഉള്ളത് 3.125 MHz ഇന്റേണലി, എക്സ്റ്റേണലി 6.25 MHz ആണ്. ഓക്കെ. ഇനിയുള്ള അഡ്രസ് ആൻഡ് ഡേറ്റ ബസ്സുകളാണ്. ഓക്കെ. The address bus has 8 signal lines ഉണ്ട്. A8 to 815 which are unidirectional. നമുക്ക് മൊത്തത്തിൽ ഒരു അഡ്രസ് ബസ് എത്രയുണ്ട്? 8 സിഗ്നൽ ലൈൻസ് ഉണ്ട്. A8 തൊട്ട് A15 വരെ. The other 8 address bits are multiplexed ആണ് with 8 data bits. So bits AD0 to AD7 are bidirectional and serve A0 to A7 and D0 to D7 simultaneously. ഞാൻ കാണിച്ചു തരും എവിടെയാണ് ഈ അഡ്രസ് ബസ് എഴുതുന്നത്. നോക്കിക്കോ. ഇതാണ് നമ്മൾ അഡ്രസ്സും ഡേറ്റ ബസ്. അഡ്രസ് ബസ് എവിടെ തൊട്ടാണ്? A15 to A3 ആണോ? കാണാൻ പറ്റുന്നില്ലല്ലോ അത്. അഡ്രസ് ബസ് ഫ്രം A15 to A3 ആണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ അഡ്രസ്സോ ഡേറ്റ ബസ്സാണ് AD7 to AD0. ഓക്കെ. അപ്പോൾ അഡ്രസ് ബസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇത്രയും നേരം. ഓക്കെ.
നെക്സ്റ്റ് പഠിക്കാനുള്ള ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ഓഫ് 8085. ഓക്കെ, ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് നമ്മൾ പറഞ്ഞു നമുക്കൊരു ഇൻട്രപ്റ്റ് കൺട്രോൾ ഉണ്ടല്ലേ, മുകളിൽ ഒരു ഇൻട്രപ്റ്റ് കൺട്രോൾ ഉണ്ട്. അവിടെ വരുന്ന സിഗ്നൽസ് ആണ് ഈ നോക്കാം. നമുക്ക് മൊത്തം 5 ഇൻട്രപ്റ്റ് സിഗ്നൽസ് 8085 വരുന്നുണ്ട്. അതിലൊന്നാണ് ട്രാപ്പ്, RST, അത് റീസെറ്റ് 7.5, റീസെറ്റ് 6.5, റീസെറ്റ് 5.5, INTR. INTR എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ആണ്. INTA എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് അക്നോളജ് ആണ്. ഓക്കെ, ഇത് രണ്ടുമാണ് മെയിൻലി വരുന്നത്. പിന്നെ നമുക്ക് രണ്ടെണ്ണം വരുന്നുണ്ട്, DMAയും അതേപോലെ ഹോൾഡും HLDA. DMA എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആണ്. ഇത് മെയിൻലി അലോ ചെയ്യുന്ന ഡിവൈസ് ടു ട്രാൻസ്ഫർ ദ ഡേറ്റ ഡയറക്ട്ലി ടു ദ മെമ്മറിയിലോട്ട് ഡേറ്റ ഡയറക്ട്ലി സെൻഡ് ചെയ്യാനാണ് DMA യൂസ് ചെയ്യുന്നത്. ഹോൾഡും HLDA, ഹോൾഡ് അറിയാലോ, ഇൻഡിക്കേറ്റ്സ് അനദർ മാസ്റ്റർ ഈസ് റിക്വസ്റ്റിംഗ് ദ യൂസ്. അതായത് നമ്മുടെ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് CPU ഹാസ് റിസീവ്ഡ് ആൻഡ് ഹോൾഡ് റിക്വസ്റ്റ് CPU-ന് കിട്ടിക്കഴിഞ്ഞാൽ അതിപ്പോൾ ഹോൾഡ് റിക്വസ്റ്റ് കൊടുക്കും ഹോൾഡ് ചെയ്യാൻ വേണ്ടി. അതായത് വേറൊരു മാസ്റ്റർ എന്ത് ചെയ്യണം, വേറെ ആരോ അത് യൂസ് ചെയ്യുന്നുണ്ട്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഹോൾഡ്. HLDA എന്ന് പറഞ്ഞാൽ ഹോൾഡ് അക്നോളജ്. അതായത് നമ്മൾ ആ ഒരു റിസീവ് ചെയ്തതിന് നമുക്ക് എന്തൊരു അക്നോളജ്മെൻറ്റ് തിരിച്ചു വരും, അതാണ് HLDA. നെക്സ്റ്റ് വരുന്ന റീസെറ്റ് എന്ന് പറഞ്ഞാൽ CPU is held in the reset condition as long as reset is applied and reset sets the program counter to 0. റീസെറ്റ് ഇൻ ആകുമ്പോഴാണ് പ്രോഗ്രാം കൗണ്ടർ എന്താവുന്നത്, 0 ആകുന്നത്. റീസെറ്റ് ഔട്ട് അറിയാലോ, ഇൻഡിക്കേറ്റ്സ് CPU is being reset and also used as a system reset. പിന്നെ X1, X2 ഇത് രണ്ടും ഇന്റേണൽ ക്ലോക്ക് ആണ്, ക്ലോക്ക് ഔട്ട്പുട്ട് ആണ്. നെക്സ്റ്റ് ALE, SID, SOD നമ്മൾ സീരിയൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് കണ്ടുള്ള ആ ബ്ലോക്കിൽ കണ്ടു. സീരിയൽ ഇൻപുട്ട് ഡേറ്റ ലൈനാണ്, സീരിയൽ ഔട്ട്പുട്ട് ഡേറ്റ ലൈനാണ്. ALE എന്ന് പറഞ്ഞാൽ അഡ്രസ് എനാബിൾ ലാംഗ്വേജ് ആണ്. ഇത് ഒരു കൺട്രോൾ സിഗ്നൽ ആണ്. വിച്ച് ഗീവ്സ് ഹൈ മീൻസ് ALE ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് മേക്സ് അഡ്രസ് ബസ് എനാബിൾ ചെയ്തു. ALE ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ലോ പൾസ് ആണ്, ഡേറ്റാ ബസ് എനാബിൾ ചെയ്തെന്നാണ് അർത്ഥം. പിന്നെ നമുക്ക് IO⁻M ഉണ്ട്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റീഡ് ഓർ റൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്, ഈസ് ടു മെമ്മറി ഓർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. പിന്നെ S0, S1 ഇത് these സ്റ്റാറ്റസ് സിഗ്നൽസ് ആണ്, ഇൻഡിക്കേറ്റ് ദ ഓപ്പറേഷൻ ബീൻ ഡൺ ബൈ ദ മൈക്രോ പ്രോസസർ. ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് റീഡോ അതല്ല ഇൻപുട്ടോ ഔട്ട്പുട്ട് റൈറ്റോ അത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു IO⁻M സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. S1, S0 മെഷീൻ സൈക്കിൾ. ഇപ്പം നമ്മൾ സാധാരണ എഴുതുന്ന അറിയില്ല, 0001 1 തൊട്ട് ഇവിടെ വരെ എഴുതിയിട്ടുണ്ട്, 7 വരെ കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പം S1 0 ആണ്, S0 1 ആണെങ്കിൽ മെമ്മറി റൈറ്റ് ആയിരിക്കും. S1 1ഉം S0 0 ആണെങ്കിൽ മെമ്മറി റീഡ്. S1 1ഉം S0 1ഉം ആണെങ്കിൽ ഓപ്പ് കോഡ് ഫെച്ച്. 0ഉം 1ഉം ആണെങ്കിൽ അത് 101 ആണ്. ഓക്കെ, 101 ആണെങ്കിൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് റൈറ്റ് ആണ്. 110 ആണെങ്കിൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് റീഡ് ആണ്. ലാസ്റ്റ് എല്ലാം 1 ആണെങ്കിൽ എന്താണ്, ഇൻട്രപ്റ്റ് അക്നോളജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഉള്ള രണ്ട് ഇൻസ്ട്രക്ഷൻ റീഡും RDയും WR മീൻസ് റീഡ് റൈറ്റ് അറിയാല്ല, ഇൻഡിക്കേറ്റ്സ് സെലക്റ്റഡ് മെമ്മറി ടു റീഡ് അല്ലെങ്കിൽ ടു റൈറ്റ്. റെഡി അറിയാലോ, ഇഫ് റെഡി ഈസ് ഹൈ ഇൻഡിക്കേറ്റ്സ് മെമ്മറി ഓർ പെരിഫറി ഈസ് റെഡി. അത് മെമ്മറി സെൻഡ് ചെയ്യാനോ റിസീവ് ചെയ്യാനോ റെഡിയായി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിഗ്നലാണ് റെഡി. ഇപ്പോൾ ഈ പറഞ്ഞ കുറേ സിഗ്നൽസ് ഞാൻ പറഞ്ഞു. ഈ സിഗ്നൽസൊക്കെ ഉള്ളത് നമ്മളെ ടൈമിംഗ് ആൻഡ് കൺട്രോൾ ബ്ലോക്കിലാണ്. ഇതാണ് നമ്മളെ ടൈമിംഗ് ആൻഡ് കൺട്രോൾ. ലാസ്റ്റ് നമ്മുടെ ഈ ഏതൊക്കെ ഇവിടെ ബ്ലോക്സ് ഉണ്ട് അതെല്ലാം ഈ ടൈമിംഗ് ആൻഡ് കൺട്രോളിലായിരിക്കും എത്തുന്നത്. ഓക്കെ, സോ ഈ ടൈമിംഗ് ആൻഡ് കൺട്രോൾ ഉള്ളതാണ്. X1, S2 നമ്മൾ പറഞ്ഞു, ക്ലോക്ക് ജനറേറ്റർ റെഡി പറഞ്ഞു, RD WR പറഞ്ഞു, ALE നമ്മൾ അഡ്രസ് എനാബിൾ ലാച്ച് അത് പറഞ്ഞു, അതാണ്. S0 S1ൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു, റീഡ് ഓർ റൈറ്റ് അത് പറഞ്ഞു, ഹോൾഡ് HLDA റീസെറ്റ് റീസെറ്റ്. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ സിഗ്നൽസും എങ്ങോട്ടാണ് പോകുന്നതും ഇറങ്ങുന്നതൊക്കെ എവിടെ നിന്നാണ്, ടൈമിംഗ് ആൻഡ് കൺട്രോൾ ബ്ലോക്കിലെ സിഗ്നൽസാണ്. ഓക്കെ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 8085 മൈക്രോ പ്രോസസ്സറിൽ പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ?